അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ലോകത്തുള്ള വിശ്വാസികൾക്കാകമാനം നീ പൊറുക്കണേ അല്ലാ. എല്ലാവരുടെയും പാപം പൊറുക്കണേ അല്ലാ. നോക്കണേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള സർവ്വ വിശ്വാസികൾക്കും വേണ്ടി ദുആരക്കുകയാ. ഇങ്ങനെ തുടങ്ങിയാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആകളെ എണ്ണമറ്റത് ഖുർആനിൽ കാണാം. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും പടച്ചവനോട് ദുആരന്നത് സ്വന്തം കാര്യത്തിനല്ല, ഒരു സമൂഹത്തിന് വേണ്ടി ദുആരക്കുകയാ. ഇതെന്തിനാ ഞാൻ പറയുന്നതെന്നറിയോ? മറ്റുള്ളവർക്ക് വേണ്ടി ദുആരക്കുക, മറ്റുള്ളവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, ഇതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങളുടെ സാക്ഷ്യപത്രമുള്ളതാ. അതേറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താ. മൂസാ നബിയുടെ ദുആ എന്താണ്? ഖാല റബ്ബിഗ്ഫിർലി വലി അഖീ വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. എനിക്ക് മാത്രമല്ല, വഅഖീ വലി അഖീ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ നബിക്കും പുറത്തു കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ, മൂസാ നബിയുടെ ദുആ ഇങ്ങനെയാ. നൂഹ് നബി അലൈഹിസ്സലാമും ദുആരന്നല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിൽ തന്നെ അല്ലാഹ് പറഞ്ഞല്ലോ, റബ്ബിഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാ. പടച്ചവനെ, എനിക്ക് പുറത്തു തരണമല്ല, എന്റെ മാതാപിതാക്കൾക്ക് പൊറുക്കണയല്ല. പടച്ചവനെ, എന്റെ വീട്ടിലെ വിശ്വാസിയായ വിശ്വാസിനിയായി ആരൊക്കെ പ്രവേശിച്ചോ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണയല്ല. ഇത് മഹാന്മാരായ പ്രവാചകന്മാരുടെ എത്രയോ ദുആകളിൽ ചിലത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണത്. ഞാൻ അടിവരയിട്ട് പറയുന്നു സഹോദരങ്ങളെ, ആരുടെ ദുആയിലാണ് നമുക്ക് സ്ഥാനം കിട്ടുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആരെ കണ്ടാലും, ആരെ നമ്മൾ കണ്ടാലും നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരൊറ്റ വാക്കാണ്, ഒന്ന് ദുആരക്കണേ എന്ന്. ആ സമയത്ത് അവര് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ പുറത്തു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഭൗതികവും ആത്മീയവുമായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്ന് അവര് ദുആരെന്നാൽ നമ്മൾ ആ ദുആയിൽ പെട്ടില്ലേ? ഇതിലപ്പുറം എന്ത് ഭാഗ്യമാ നമുക്ക് കിട്ടുക? ഞാൻ ആമുഖം പറഞ്ഞല്ലോ, ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ദുആയാ. നിങ്ങളിപ്പോ എന്ത് ലോകത്ത് വേറെ ആർക്ക് കൊടുത്താലും ആ കൊടുക്കുന്നതൊക്കെയും നശ്വരമാണ്. ആ കൊടുക്കുന്നതെല്ലാം നശിക്കുന്നതാണ്. ഒന്നും അനശ്വരതയുള്ളതല്ല. അനശ്വരമായി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്, അത് ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുന്ന ദുആ മാത്രമാണ്. ഞാൻ ഖുർആനിന്റെ ആയത്തുകൾ മാത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് ഉണർന്നിരുന്ന് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു തീരുമാനമെടുക്കുന്നു. കേട്ടോളി, ആ ഹജ്ജിന്റെ സമയം വരാൻ പോവുകയാണ്. ഹജ്ജിന്റെ സമയം വരാൻ പോവുകയാണ്. ഹജ്ജിന്റെ ആളുകളെ, ഹജ്ജിന് ഇതുവരെയും പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് മതിയായ ആളുകൾ എത്ര പേരെ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നതിന്റെ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ ഉച്ചവരെയുള്ള റിപ്പോർട്ട്. ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ട നിലയിൽ ആരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, എത്ര പേരെ കൊണ്ടുപോകാമെന്ന് പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് കൃത്യമായി അവർക്ക് കിട്ടേണ്ട വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ന്യായം പറഞ്ഞു പത്രേ. അത് ഞാൻ രാഷ്ട്രീയം പറയുന്നതൊന്നുമല്ല. വലിയ തുകയാണ് ചോദിച്ചത് ഉത്തരവാദിത്വപ്പെട്ടവര്. കർണാടക തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കൊണ്ട് വലിയ തുക ആവശ്യപ്പെട്ടു. വലിയ തുക. കാരണം രാജ്യത്തിന്റെ നിയമം അവരുടെ കയ്യിലാണല്ലോ. മാത്രമല്ല, ഈ രാജ്യത്ത് നിന്ന് ആരൊക്കെ കൊണ്ടുപോകാം ഹജ്ജിന് എന്ന് തീരുമാനിക്കേണ്ടതും ഇപ്പം അവരാണ്. ആ ഒരു നിലയിൽ ഇങ്ങനെട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് എത്ര പേരെ കൊണ്ടുപോകണം, എത്ര പേരെ കൊണ്ടുപോകാൻ പാടില്ല എന്നത് ഇതുവരെയും റിപ്പോർട്ട് കിട്ടാതെ ശവ്വാല് തീർന്നു, ദുൽഖഅദ തുടങ്ങാറായി. ഈ സന്ദർഭത്തിൽ ഇനിയെങ്കിലും ആ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇഹ്റാമിന്റെ ഡ്രസ്സ് വാങ്ങി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഹാജിമാര് വലിയ ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ്. പക്ഷെ അവർക്കൊന്നും പോകാനുള്ള ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന പൂർണ്ണമായ
ആ വിവരം കിട്ടാതെ ഇപ്പോഴും അവർ വളരെ സംശയത്തിന്റെ നിഴലിലാണ്. അള്ളാഹു എത്രയും വേഗം വിശുദ്ധമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് വലിയ തുക 5 ലക്ഷത്തിന്റെ മുകളിൽ 6 ലക്ഷവും 6.5 ലക്ഷവും ഒക്കെ ആകാൻ സാധ്യതയുണ്ടെന്നാണ്. ഒരു ഹജ്ജ് ഇപ്പൊ ചെയ്യണമെങ്കിൽ 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ ഉള്ളപ്പോൾ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ട് ആർക്കും വയ്യ. വലിയ തുകയായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചു. ഇനി ഹജ്ജ് ചെയ്യണമെങ്കിൽ ഭാവിയിൽ 10 ലക്ഷം രൂപ ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ആ നിലയിലേക്ക് എത്തും. എത്രയും വേഗം ആരോഗ്യമുള്ളവരൊക്കെ കാസർഗോഡ് ജില്ലയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വീടുകളൊക്കെ മനോഹരമാണ്, നല്ല വലിയ വീടുകളാണ്. കല്യാണത്തിനൊക്കെ നല്ല നിലയിൽ ആ കല്യാണമൊക്കെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തീരെ തിരക്കേടില്ലാത്ത സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാണ് കാസർഗോഡ് ജില്ലക്കാരെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് പോയിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. ആ മണ്ണിലെത്താതെ മരിക്കാനുള്ള വിധിയാണ് നമുക്കെങ്കിൽ ഇതിലപ്പുറം ഹതഭാഗ്യര് വേറെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ആരെങ്കിലും ഉണ്ടോ? നമുക്കിനി ആഖിറത്ത് ചെന്ന് സ്വർഗത്ത് ചെന്നിട്ട് ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? അവിടെ ചെന്നിട്ട് കഅബ കാണണമെന്ന് വെച്ചാൽ നടക്കുവോ? ഈ ഭൂമിയിൽ അള്ളാഹു അതിനുള്ളൊരു അവസരം നമുക്ക് തരുമ്പോ കൈകൊണ്ട് തട്ടിക്കളയാൻ മാത്രം നമ്മൾ അധപ്പതിച്ചവരാണോ? അതുകൊണ്ട് ആത്മാർത്ഥമായി കൈനീട്ടിക്കോളിൻ അള്ളാഹുവിനോട് എത്രയും വേഗം വിശുദ്ധമായ ഹജ്ജിന് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര പേര് ഇതിൽ ഹജ്ജ് ചെയ്തു എന്ന് ചോദിച്ചാൽ അപ്പോഴറിയാം. നമ്മളൊരു സെൻസസ് എടുത്താൽ മതി, അപ്പോൾ അറിയാം എത്ര പേര് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന്. അത് നാട്ടിൽ നിന്ന് തന്നെ പോകണമെന്നില്ല, ഗൾഫിൽ നിന്ന് പോയാലും മതി. ചില ആളുകൾ പറയും ഗൾഫിൽ നിന്ന് ഹജ്ജിന് പോയതുകൊണ്ട് എനിക്ക് പേര് ഹാജി എന്ന് കിട്ടിയില്ല, അതിപ്പോൾ എന്താ ചെയ്യുക? ഇനി വന്നിട്ട് 7 ലക്ഷം കൂടെ മുടക്കിയാലല്ലേ ആ പേര് കിട്ടുള്ളൂ. ഗൾഫിൽ നിന്നൊക്കെ ഗൾഫില് പ്രതാപകാലത്ത് പണിയെടുത്ത് അവിടെ നിന്നൊക്കെ ഓടി ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെവിടെ ആരും ഹാജി എന്ന് വിളിക്കുന്നില്ല. എന്തിനാ ഹാജി എന്ന് വിളിക്കുന്നത്? നിർബന്ധമായ കടമ അങ്ങ് നിർവഹിച്ച പോരെ. ഹാജി എന്ന വിളിയല്ലല്ലോ. ഹാജിമാര് കാലൂന്നിയ പരിശുദ്ധമായ അറഫാത്തിലും മുസ്ദലിഫയിലും മിനയിലും വിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്തും ആ കാലൊന്ന് ഊന്നാൻ കഴിയുക, അത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. കേട്ടോളി, ഞാൻ പറയുന്ന വിഷയം മനസ്സിലായല്ലോ. ആരെ കണ്ടാലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. ആര് ദുആ ചെയ്യാൻ നമ്മോട് പറഞ്ഞാലും ആ ഉത്തരവാദിത്വം വലുതാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അതാണ് ഇന്നത്തെ എന്റെ വിഷയം. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. യാത്ര പറയാൻ പോവുകയാണ്. ആരോടെന്നറിയോ? മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനോട് യാത്ര പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അബൂദർദാ ഇല്ല. അബൂദർദാ വീട്ടിലില്ല. വീട്ടിൽ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുദർദാ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു കയറി ചെല്ലുകയാണ്. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചരിത്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മൗവലുകാരോട് വിവരിക്കുന്നത്. അബൂദർദാന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുദർദാന്റെ അടുക്കൽ ചെന്നിട്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിശുദ്ധമായ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയാ. ആ സമയത്ത് ഉമ്മുദർദാ പറഞ്ഞത് എന്തെന്നറിയോ? ഖാലത്ത് ഫദ്ഉല്ലാഹ ലനാ ബിഖൈർ. ഇതാരാ പറയുന്നത്? ഒരു സഹാബിയത്തായ വനിതയാ. അബൂദർദാ എന്ന റസൂലുള്ളാഹിന്റെ സീനിയർ സഹാബിമാരിൽപ്പെട്ട സഹാബിയുടെ പ്രിയപ്പെട്ടവളാ. അവരെ പോലത്തെ ഒരു സഹാബിയായ സഫ്വാൻ തങ്ങളോടാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കണേ. ആ ഉമ്മുദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉദ്ഉല്ലാഹ ലനാ ബിഖൈർ. ഓ സഫ്വാനെ, പോകുമ്പോ നമുക്ക് വേണ്ടി ഒന്ന് ദുആരക്കണേ സഫ്വാ. നമുക്ക് വേണ്ടി ഒന്ന് ദുആരക്കണേ സഫ്വാ. എന്നിട്ട് മഹദി ഉമ്മുദർദാ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? സഫ്വാനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നഷ്ടമാണെന്ന് നീ കരുതണ്ട സഫ്വാനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിൽഹിരിൽ ഗൈബി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു സഹോദരനായ മുസ്ലിമിന് വേണ്ടിയിട്ട് ആര് അഭാവത്തിൽ ദുആ ചെയ്യുന്നുവോ മുസ്തജാബാ
അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഉത്തരം കൊടുക്കുന്നതാണ്. ഇന്ദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈർ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ലി നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ മൗവലുകാരാ, ഞാൻ നിങ്ങളോട് ഇന്ന് പറയുകയാ, 2023 മെയ് മാസം 13-ാം തീയതി ഈ രാത്രി 10:40 എത്തുമ്പോ എന്റെ മൗവലുകാരോട്, കാസർഗോഡുകാരോട് ഞാൻ പറയുന്നു, ഈ പാവപ്പെട്ടവന് ദുആ രക്കണേ എന്ന്. ഈ വയല് കേട്ട ഏതോ ഒരു സഹോദരി വീട്ടിൽ ചെന്നിട്ട് ദുആ രക്കുകയാ. ആ സമയത്ത് ആ ദുആ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ അറിയുന്നില്ലല്ലോ, നിങ്ങൾ ദുആരെന്നത് ഞാൻ അറിയുന്നില്ലല്ലോ. പക്ഷേ റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് വേണ്ടി എന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ദുആ ചെയ്താൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ഞാൻ ദുആ ചെയ്താൽ, ആരംഭപ്പൂവായ ഹബീബ് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് കടന്നു വരാത്ത നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറയുകയാണ്, ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വരുമത്രേ. എന്നിട്ട് ആ മലക്ക് പറയുന്നു, ആമീൻ, അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. വലക ബിമിസ്ലി, നിനക്കും ഇതുപോലെ അല്ലാഹു തരട്ടെ, നിനക്കും അല്ലാഹു ഇതുപോലെ തരട്ടെ. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, കള്ളമില്ല. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ രക്കുകയാ. സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിൽ എവിടെ വന്നാലും സ്നേഹത്തോടെ എന്നെ മാത്രമല്ല സകല ഉസ്താദുമാരെയും സ്നേഹം കൊടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം തരുന്ന നെല്ലിക്കട്ടയിലെ താജു സാഹിബ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ രക്കുകയാ. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അയാൾ അറിയുന്നില്ല നമ്മൾ ദുആ രക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് എന്റെ തലയുടെ ഭാഗത്ത് വരുമെന്ന. എന്നിട്ട് ആ മലക്ക് പറയും, ആമീൻ, ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. വലക ബിമിസ്ലിന്, പടച്ചവനെ അല്ലാഹുവേ നിവനും ഇതുപോലെ നീ പകരം കൊടുക്കണേ അല്ലാ. നമ്മൾ ഒരാൾക്ക് ദുആ രക്കുമ്പോൾ ദുആ രക്കുന്ന നമ്മളാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്ന ഒരു മലക്കിന്റെ ദുആയ. അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ രക്കുന്ന നഷ്ടമാണെന്ന് ചിന്തിക്കരുത്. ഒരു മനുഷ്യന് രോഗം വരുമ്പോൾ ആ രോഗം അവന് മാറ്റിക്കൊടല്ലാ. ക്യാൻസർ രോഗത്തിന്റെ കഠിനമായ വേദന സഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾ അറിയാതെ അയാൾക്ക് വേണ്ടി ദുആ രക്കണം, റബ്ബേ അവന് ക്യാൻസർ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ സമയത്ത് ഒരു മലക്ക് വന്നിട്ട് ആമീൻ പറയുക മാത്രമല്ല, ആ മലക്ക് ദുആ രക്കുന്നു, പടച്ചവനെ യവന് നീ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, യവന് നീ ട്യൂമർ കൊടുക്കല്ലേ അല്ലാ. ഒരു മലക്കിന്റെ ദുആ നമുക്ക് കിട്ടൂലേ മൗവലുകാരാ? ഉമ്മ ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നു, അതുകൊണ്ട് സഫ്വാനേ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല. കാരുണ്യത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ, ഒരാൾ ദുആ രക്കുമ്പോൾ തന്റെ സഹോദരന് വേണ്ടി കിട്ടവന്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിച്ചിട്ട് ആ മലക്ക് നിങ്ങൾക്കും വേണ്ടി ദുആ രക്കുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചില്ലേ? ആ ദുആ തള്ളപ്പെടില്ല, സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബ് പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് സഫ്വാനേ ഉദ്ഉല്ലാഹ ലനാ ബിഖൈർ, ഞങ്ങൾക്ക് വേണ്ടി ഖൈറിന് ദുആ രക്കണേ എന്നൊരു വീട്ടമ്മയായ ഉമ്മ ദർദാ ഹജ്ജിന് പോകുന്ന സഫ്വാൻ തങ്ങളോട് വസിയത്ത് ചെയ്യുകയാ. സഫ്വാൻ തങ്ങൾ പറയുന്നു, ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നേരെ മാർക്കറ്റിലേക്കാ പോയത്. മാർക്കറ്റിലേക്ക് പോകുമ്പോ അബൂദർദാ അവിടെയുണ്ട്. അബൂദർദായിനോട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അബൂദർദായെ ഞാൻ ഹജ്ജിന് പോവുകയാ. ആ സമയത്തും എന്നോട് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? അബൂദർദാ റളിയല്ലാഹു അൻഹു എന്നോടും പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ അതേ കാര്യം തന്നെ അബൂദർദാവും പറയുകയാ. എനിക്ക് വേണ്ടി ദുആ രക്കണം, നിനക്ക് നഷ്ടമൊന്നുമില്ല. എനിക്ക് വേണ്ടി നീ ദുആ ചെയ്താ നിനക്ക് ആമീൻ പറയാൻ ഒരു മലക്കിനെ അല്ലാഹു എത്തിക്കൂ, അതിന്റെ പദവി നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആർക്ക് വേണ്ടി ദുആ രക്കാൻ പറഞ്ഞാൽ അവരില്ലല്ലോ, പിന്നെന്തിനാ ദുആ രക്കുന്നത്? ദുആ കൊണ്ട് വസിയത്ത് ചെയ്തയാൾ ട്രെയിനിൽ വെച്ചല്ലേ ദുആ ചെയ്യാൻ പറഞ്ഞത്, ബസ്സിൽ വെച്ചല്ലേ ദുആ രക്കാൻ പറഞ്ഞത്, ഫ്ലൈറ്റിൽ വെച്ചല്ലേ ദുആ രക്കാൻ പറഞ്ഞത്, ഏതോ ഒരു ഫംഗ്ഷനിൽ വെച്ചല്ലേ ദുആ രക്കാൻ പറഞ്ഞത്. എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ അവരാരും എന്റെ അടുത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെന്തിന് ഞാൻ അവർക്ക് ദുആ രക്കണമെന്ന് ചിന്തിക്കുന്ന കുടുസായ മനസ്സുള്ളവരെ, ആദരവായ പ്രവാചകൻ പറഞ്ഞതില്ല, ആ ദുആ സ്വീകരിക്കപ്പെടും, തള്ളപ്പെടൂല. ആ സ്വീകരിക്കപ്പെടുന്ന ദുആ
ഒരു മലക്ക് നിങ്ങൾക്കും ആ സെക്കൻഡിൽ തന്നെ ദുആരക്കുന്ന വലിയ ഒരു പകരത്തിന് പകരമുള്ള ഇബാദത്താണ് എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഹജ്ജിന് പോകുന്ന ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ വീട്ടിൽ ചെന്ന് യാത്ര പറഞ്ഞപ്പോ ദുആക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജിന് പോകുന്നവരോടൊക്കെ നമുക്ക് മടിയാൻ കാരണം പോകുന്നവനൊക്കെ പലരും നമ്മളോട് പിണങ്ങിയിരിക്കുന്നവനാണ്. സംഘടനാ വൈരുദ്ധ്യത്തിന്റെ പേരിൽ, സംഘടനാ വൈവിധ്യങ്ങളുടെ പേരിൽ, ഭാഷാ വൈചാത്യങ്ങളുടെ പേരില് നമുക്ക് ഇനിയും മാറാറായിട്ടില്ല ഈ ഒരു ദുസ്വഭാവം. ഇനിയും മാറാറായിട്ടില്ല ഈ ഒരു ദുസ്വഭാവം. അത് എന്ന് ഈ സമുദായം മാറ്റുമോ അന്ന് ഈ സമുദായം ഉത്തുംഗ സോപാനത്തിൽ എത്തപ്പെടും. ഇല്ലെങ്കിൽ വടവൃക്ഷം അതിന്റെ മൂട് അടിവേര് തായ്വേരിളകി മറിഞ്ഞു കിടക്കുമ്പോ കൊരങ്ങനും നായയും പന്നിയും എല്ലാം കയറി നിരങ്ങും പോലെ ഈ സമുദായത്തിന്റെ സ്വത്വബോധത്തിന്റെ മേൽ ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ കയറി ഇറങ്ങി നിരങ്ങി നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വത്വബോധമുണ്ടാകണം നമുക്ക്. അതിന് ഒരുമിച്ച് നിൽക്കണം. സംഘടന പലതും ആവാം, പാർട്ടി പലതും ആവാം, നല്ലതാണ്. അതനുസരിച്ച് വികസനം വരും. അതിനനുസരിച്ച് വാശിയോടെ വീറോടെ വികസനം വരും. നമ്മൾ നാല് ലൈനാണെങ്കിൽ അടുത്ത ഗവൺമെന്റ് വന്നിട്ട് പറയും ഞങ്ങൾ 6 ലൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പൊ അൽഹംദുലില്ലാ കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ 6 വരിപ്പാതയാക്കാൻ പോവുക. 6 വരിപ്പാത. പക്ഷെ പൂർത്തിയായി വരുമ്പോ സംഭവിക്കാൻ പോണ എന്താണെന്നറിയോ? ലോകം വീണ്ടും വികസിക്കും, പിന്നെ വീണ്ടും കുത്തിയിടിച്ചിട്ട് എന്താക്കും? 8 വരിപ്പാതയാക്കും. എന്ന് നമുക്ക് തിരക്ക് തന്നെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. എന്നോട് ആരൊക്കെ ദേഷ്യം തോന്നരുത്. റോഡിന്റെ പണി നടക്കുകയാണ്, നല്ല പണി കഴിഞ്ഞ് നല്ല റാഹത്തായി മധ്യഭാഗത്ത് വരയൊക്കെ വരച്ച് എന്നിട്ട് നല്ല നൈം ബോർഡൊക്കെ വെച്ച് കൃത്യമായി റൂട്ടും ദിശയൊക്കെ നിർണയിച്ച് നല്ല രാത്രിയൊക്കെ യാത്ര ചെയ്താൽ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഒഴുകി പോകുവാണോ എന്ന് ചിന്തിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണിയൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഹാലളവും. അവരെന്താ ചെയ്യുന്നറിയോ? 2 സൈഡും കുഴിക്കാൻ തുടങ്ങും. എന്തിനാ? വാട്ടർ ലൈൻ. എന്നിട്ട് നേരെ അതിന്റെ സെന്ററിലൂടെ ഒരൊറ്റ കീറക്കം, സെന്ററിലൂടെ കീറിയിട്ട് അവിടെ കുഴിച്ചു ആകെ നശിപ്പിച്ചിട്ടിരിക്കും. എന്താ ആദ്യം ഇത് ചെയ്തുകൂടെ? ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ റോഡ് ശരിയാക്കിയാ പോരെ? നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ ശൈലി അങ്ങനെയാണ്. അതിന് മാറ്റാനൊന്നും പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പാർട്ടിയും സംഘടനയൊക്കെ വേണം ഒരു നാട്ടിൽ. എൻ്റെ അഭിപ്രായം 40 സംഘടന വേണം. 40 പേരും. നിങ്ങൾ ഈ പ്രളയം വന്നപ്പോൾ കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് ലോറികൾ, ഒരു സംഘടനയുടെ ബാനറിൽ ഒരൊറ്റ ലോറി പോവുക. കൊല, അരി, ഗോതമ്പ്, പഞ്ചസാര, തേയില, തോറത്ത്, ഡ്രസ്സ്, എല്ലാ സാധനങ്ങളും ഈ കാണുന്ന കടകളിൽ നിന്നൊക്കെ കയറി വാങ്ങി. ഇനി പിറ്റെന്ന് അവർക്ക് തന്നെ പോയി വാങ്ങാൻ പറ്റുമോ? കടക്കാർ ചോദിക്കും, നിങ്ങളല്ലേ ഇന്നലെ വന്ന് വാങ്ങിയത്? പ്രളയമൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ മനുഷ്യരെ ഇടങ്ങേറാക്കണോ എന്ന് അവർ ചോദിക്കും. നേരെ മറിച്ച് പിറ്റെന്ന് അവിടെ പോയതാരാ? വേറൊരു സംഘടനക്കാരാ. നിങ്ങൾ ഇന്നലെ കൊടുത്തത് അവർക്കല്ലേ, നമുക്ക് തന്നേ പറ്റുള്ളൂ. ആയിക്കോട്ടെ, അടുത്ത കൊല അതേ കടയിൽ നിന്ന് തന്നെ കിട്ടും. 10 കിലോ അരി വീണ്ടും ഉടൻ തരും. 3-ാം ദിവസം വീണ്ടും അടുത്ത സംഘടനക്കാര് ചെന്നു, നിങ്ങൾ 2 സംഘടനയ്ക്കും കൊടുത്തില്ലേ, നമുക്കും തരണം. അതുകൊണ്ട് നേട്ടം എന്താ? പ്രളയബാധിത പ്രദേശങ്ങളിൽ പട്ടിണിയില്ലായിരുന്നു അല്ലേ? സംഘടനകളും രാഷ്ട്രീയവും കൊണ്ട് ഉണ്ടാകേണ്ട നേട്ടം സമൂഹത്തിന് ഗുണകരമാകണം. അല്ലാതെ സമൂഹത്തിന് നാണക്കേടും പേരുദോഷവും നഷ്ടവും വരുത്തി വെക്കുന്ന സംഘടന സങ്കുചിതത്വ മനോഭാവങ്ങൾ മാറിയേ കഴിയൂ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകുന്നവൻ ആരാണ്, ഏത് ഗ്രൂപ്പാണ്, വകുപ്പാണ്, കൊടിയെ നിറയത്, എത്ര അക്ഷരമുണ്ട്, അതൊന്നും നോക്കാതെ അവനോട് ചെന്നിട്ട് പറയണം, ദുആരക്കണം. അത് നമുക്ക് നമ്മുടെ മുന്നിൽ മാതൃകയുണ്ട്. ഇനി നോക്കൂ, മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം,
ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആരെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഉംറ ചെയ്യാൻ പോവുകയാണ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ ഉംറയ്ക്ക് പോവുകയാ. ഇസ്തഅദൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഉംറ. ഉംറ ചെയ്യാൻ അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയാണ് റഹിമഹുല്ലാ. ഉമർ തങ്ങൾ വന്നിട്ട് നബിയോട് അനുവാദം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് അതിനലി എന്നോട് പറഞ്ഞു, ഉമറേ പൊയ്ക്കോ, പോയി ഉംറ ചെയ്യ്. മദീനയുടെ രാജകുമാരൻ മദീനയുടെ ഉള്ളറകളിൽ ഇരുന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹാബി വര്യനായ തന്റെ പ്രിയപ്പെട്ട സതീർട്ടിനായ ഉമറുൽ ഫാറൂഖിനോട് പറയുന്നു, 455 കിലോമീറ്റർ അപ്പുറത്തുള്ള കഅബാലയത്തിൽ ചെന്ന് നീ ഉംറ ചെയ്തിട്ട് വാ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. എന്നിട്ട് എന്നോട് റസൂല് പറയുന്നു, ലാ തൻസാനാ യാ ഉഖയ്യ മിൻ ദുആയിക. ഉമറേ, നിന്റെ ദുആയിൽ എന്നെ നീ വിട്ട് കളയല്ല ഉമറേ. ഇതാരാണ് മക്കളെ പറഞ്ഞത്? മൗവൽ പള്ളിയിലെ ഖതീബാണോ? കാസർഗോഡ് ജില്ലയുടെ ഏതെങ്കിലും പള്ളിയിലെ ഖതീബാണോ? കാളിമാരാണോ? ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആണോ? അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏതെങ്കിലും വലിയ രാജാവാണോ? അല്ല. ഒരു ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും 2 ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി വാണരുളിയ ആകാശഭൂമികളും സാഗരങ്ങളും പർവ്വതങ്ങളും മാമലകളും പടയ്ക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന്റെ മുത്തുമദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, നമ്മുടെ കൽബിന്റെ തുടിപ്പേ, വികാരമേ, വിചാരമേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബാ നബി മുഹമ്മദ് മുസ്തഫ. തന്റെ സഹാബിയായ ഉമർ തങ്ങളോട് പറയുന്നില്ല, തൻസാന യാ ഉഖയ്യ, എന്റെ പൊന്നു സഹോദര. വിളിക്കുന്ന വിളി എങ്ങനാണ്? എന്റെ പൊന്നു സഹോദര, മറക്കല്ലേ ഫീ ദുആയിക്ക് മിൻ ദുആയിക്ക്, നിങ്ങളുടെ ദുആയില് നിങ്ങൾ എന്നെ മറന്നു പോകല്ലേ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാ ഒരു വാക്കാ. എന്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ എന്റെ മുട്ടിന്റെ തലയെടുക്കാൻ വേണ്ടി പോയതാണ്. അവസാനം എന്റെ ഹബീബിന്റെ സഹാബിയായി ഞാൻ മാറി. അതല്ലാഹു എനിക്ക് തന്ന വലിയ സൗഭാഗ്യമാണല്ലോ. സ്വർഗത്തിന്റെ പാസ് കൊടുത്തപ്പോ രണ്ടാമനായി എണ്ണിയത് എന്നെയാണ്. എനിക്കത് വലിയ സന്തോഷമാണല്ലോ, അതെനിക്ക് വലിയ സന്തോഷമാണല്ലോ. ഈ ഉമറിന് കിട്ടാത്ത ഭാഗ്യം എന്താ? 10-അപ്പുറം 15 ആയത്തുകൾ എന്റെ മനസ്സിന്റെ മോഹം പോലെ ആകാശത്തിന്റെ അധിപനായ അള്ളാഹ് ഇറക്കി തന്നു. ഇതൊക്കെ റബ്ബെനിക്ക് തന്ന സന്തോഷമാണ്. പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതെന്നറിയോ? എന്റെ റസൂൽ എന്നോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ, ഉംറ ചെയ്യുമ്പോ എനിക്ക് ദുആ മറക്കല്ലേ ഉമറേ. ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. അതിൽ നമ്മളത് ചെയ്യൂല സഹോദരങ്ങളെ. ഞാൻ എഴുതിത്തരാം. എത്ര രൂപയുടെ പത്രം വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൽ ഞാൻ എഴുതിത്തരാം. നമ്മളാരും ഈ അവസരം കിട്ടിയ ഉപയോഗിക്കുമോ? ചിന്തിച്ചു നോക്ക്. നബിതങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നീ നിന്റെ ദുആയിൽ എന്നെ മറക്കരുത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമതാ. ഞാൻ ചോദിക്കട്ടെ കാസർഗോഡ് ജില്ലയിലെ മുവ്വലുകാരോട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യുവോ? ഇല്ല. ചരിത്രം സാക്ഷി. എന്താണെന്നറിയോ? നമ്മളോട് റസൂലുള്ളാഹിന് വേണ്ടി ദുആരക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആ നാളെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതേത് ദുആയ?
മൂവൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ മുഅദ്ദിന് പറയുന്നത് പോലെ പറയണേ നിങ്ങൾ. മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണേ. അതിനുശേഷം നിങ്ങൾ സലുല്ലാ ثم سلوا لي الوسيلة والفضيلة. എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീലത്തെന്ന ഫളീലത്തെന്ന പദവി ചോദിക്കണേ മക്കളെ. ഇതാരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ. ആരോടാ പറഞ്ഞത്? ഉമറിനോടല്ല റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞത് മുവ്വലുകാരോടാണ്. ഇത് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ എന്നോടാണ്. ثم سلوا لي الوسيلة والفضيلة. ബാങ്കിന്റെ ദുആയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീലയും ഫളീലയും നിങ്ങൾ ചോദിക്കണേ. ആര് ചോദിക്കുന്നുണ്ട്? ബാങ്ക് വിളി കഴിഞ്ഞിട്ട് കൈകൾ രണ്ടും ഉയർത്തിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ്മതി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي വഅത്ത. ആരാണ് മുവ്വലുകാരാ ദുആരക്കുന്നത്? കൃത്യമായി 5 നേരം ഇത് റസൂലുള്ള നമ്മളോട് ദുആരക്കാൻ പറഞ്ഞതല്ലേ? ഇതാർക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞതാ? ഹബീബായ നബിക്ക് വേണ്ടി 8 വസീലയും ഫളീലയും ചോദിക്കാൻ പറഞ്ഞിട്ട് നാളെ വരെ നമ്മൾ എത്ര പ്രാവശ്യം അത് അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്? ഇന്ന് ഇശാക്ക് ബാങ്ക് കേട്ടപ്പോ നമ്മൾ ചൊല്ലിയോ? മഗ്രിബിന്റെ ബാങ്ക് കേട്ടപ്പോ നമ്മൾ ചൊല്ലിയോ? അസറിന്റെ ബാങ്ക് കേട്ടപ്പോ നമ്മൾ ചൊല്ലിയോ? ഒരൊറ്റ വഖത്തിൽ നമ്മൾ ചൊല്ലിയിട്ടില്ല. ഒരു ബാങ്ക് കേട്ടപ്പോഴും നമ്മൾ ചൊല്ലിയിട്ടില്ല. ആ നമ്മളോട് ഉംറയ്ക്ക് പോകുമ്പോ റസൂലുള്ളാഹിനെ ദുആരക്കാൻ പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ ഭാഗ്യം നമ്മൾ കൊതിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളോട് നിസ്സാരമായി നിങ്ങളുടെ മണ്ണില്, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മഹല്ലത്തില്, നിങ്ങളുടെ മുക്രി പള്ളിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോ എനിക്ക് വേണ്ടി വസീലയും ഫളീലയും ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കാൻ കഴിയാത്ത നമ്മളാണോ പണം മുടക്കിയിട്ട് മക്കത്ത് ചെന്ന് റസൂലുള്ളാഹിന് വേണ്ടി ദുആരക്കുക? ഇല്ല, നമ്മൾ ചെയ്യില്ല. നമുക്കിതിനുള്ള സമയമില്ല. നമുക്ക് അത്രയും വലിയ ലുബ്ബന്മാരാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആമുഖം പറഞ്ഞത്, ലഖദ് ഹജ്ജർത വാസിആ. ഒരാൾക്ക് കൂടെ നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി കിട്ടും നമ്മുടെ മനസ്സ് കൊതിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ അവനൂടെ കിട്ടിയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? നമ്മുടെ മനസ്സ് കുടുസമാണ്, അള്ളാന്റെ ഖജനാവ് വിശാലമാണ്. ചോദിക്ക, അള്ളാന്റെ ഖജനാവ് വിശാലമല്ലേ? ഇത് നബിയും സഹാബത്തിന്റെയും കഥയാണെങ്കിൽ നിങ്ങൾ ഏത് മദ്ഹബുകാരാ? ഏത് മദ്ഹബുകാരാ? മദ്ഹബ് വല്ലതുകൊണ്ടാ? ഷാഫി മദ്ഹബ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഹനഫി മദ്ഹബുകാരൊക്കെ മോശക്കാരെന്നല്ല ഈ പറയുന്നത്. കർണാടകയിൽ ഈ റിസൾട്ട് വന്നതുപോലെയാണ് ഷാഫി ഹനഫി മദ്ഹബ് എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അൽഹംദുലില്ലാ മദ്ഹബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാ. മദ്ഹബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാ. ചില ആളുകൾക്ക് മദ്ഹബ് ഒന്നും വേണ്ട, അവർ ഷാഫി അല്ല ഹനഫി അല്ല ഷനഫി ആയിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, സ്വന്തം മദ്ഹബ് അനുസരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതീന്നും പിടിക്കും, ഇരീന്നും പിടിക്കും, എവിടെന്നും പിടിക്കും. എന്നിട്ട് മഹാന്മാരായ ഈ പറയപ്പെട്ട മഹാന്മാരായ നമ്മുടെ അയിമ്മത്തുകളെ തെറിയും വിളിക്കും. അത് അങ്ങനെയുള്ള ആളുകൾ നിലവിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? എന്നിട്ട് അവർക്ക് നിരത്താൻ ന്യായങ്ങളും ഉണ്ട്. അള്ളാഹു നമുക്ക് മദ്ഹബ് അനുസരിച്ച് നമ്മുടെ മുന്നിൽ മഹാന്മാരായ അയിമ്മത്തുകൾ വരച്ചു കാണിച്ച ആ ഒരു വഴിയെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാം, നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആരോടാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നറിയോ? ആരോടാ? നമുക്കും മടിയാണ് ഇപ്പോഴും. ഭാര്യമാരോട് ദുആരക്കാൻ പറഞ്ഞ എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭാര്യമാരോട് അവളോട് ദുആരക്കാൻ പറയാ. അവളെ കെട്ടിയത് ഞാനല്ലേ, പിന്നെ ഇതിന് അവളോട് ദുആരക്കാൻ പറയുന്നത്? നമ്മുടെയൊക്കെ മനസ്സിന്റെ ചിന്ത. നിങ്ങൾക്കറിയോ, ശാഫിഈ റളിയല്ലാഹു തആല അൻഹു രോഗം വരുമ്പോൾ തന്റെ ഏതെങ്കിലും ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറയും, എനിക്ക് ദുആരക്കാൻ, എനിക്ക് രോഗം കഠിനമാണ്, പോകൂ മോനെ ദുആരക്കാൻ. പറ ആരോടെന്നറിയോ? ബീവി നഫീസത്തുൽ മിസ്രിയ
റളിയല്ലാഹു തആല അൻഹയോട് ദുആരക്കാ പറഞ്ഞു വിടുമായിരുന്നു. മിസ്റിന്റെ മാണിക്യമായ ഈജിപ്തിന്റെ തമ്പുരാട്ടിയായ മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ദുആരക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. ആരാ? മഹാനായ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ ദുആരക്കുമായിരുന്നു. എങ്ങനെയാ ദുആരക്കുന്നതെന്നറിയോ? രോഗിയായ കഠിനമായ രോഗം പിടിപെട്ട് കിടക്കുന്ന ഷാഫി ഇമാം ശിഷ്യനെ വിളിച്ചിട്ട് പോമോനെ, എന്നിട്ട് അവിടെ ചെന്ന് നഫീസത്തുൽ മിസ്രിയോട് നിൽക്കുന്നു ദുആരക്കാൻ പറ. എന്തേ ഷാഫി ഇമാം ദുആരെന്ന അല്ലാഹ് സ്വീകരിക്കാതിരിക്കുവോ? ഷാഫി ഇമാം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനായ വ്യക്തിയല്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള, എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ മഹാനായ ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആ അല്ലാഹ് തള്ളിക്കളയുമോ? പക്ഷേ മറ്റൊരാളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നത് പുണ്യമായ ഇബാദത്തായതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയോട് ദുആരക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. അവരവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ ചെന്നിട്ട് പറയും, ഉസ്താദ് ഷാഫി ഇമാമിന് സുഖമില്ലാതെ കിടക്കുകയാ. ആ സമയത്ത് അവര് ദുആരക്കുന്നത് എങ്ങനെയെന്നറിയോ? ചരിത്രത്തിൽ കാണാൻ ഷാഫി ഇമാമിന് വേണ്ടി മഹദിയായ നഫീസത്തുൽ മിസ്രിയ ദുആരക്കുന്നത്. റഹിമല്ലാഹു ഷാഫിഇയ്യ, അല്ലാഹു ഷാഫി ഇമാമിനെ കരുണ ചൊരിയട്ടെ. കാന യുഹ്സിനുൽ വുളൂആ, ഷാഫി ഇമാം നന്നായിട്ട് ഒളുവെടുക്കുന്ന ആളാ. ഷാഫി ഇമാം നന്നായിട്ട് ഒളുവെടുക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ വളു എന്ന് പറയുന്ന രീതി നല്ല രീതിയാ. ഇത് പറഞ്ഞിട്ടാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ദുആരക്കുക. ഒരു ദിവസം രോഗം കലശലായി, വല്ലാതെ രോഗം പിടിപെട്ടു. ആ സമയത്ത് ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പോവൂ മക്കളെ, നഫീസത്തുൽ മിസ്രിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് സാധുവിന് ദുആരക്കാൻ പറ. ആളെ വിട്ടു, അവിടെ ചെന്നു. നഫീസത്തുൽ മിസ്രിയോട് ദുആരക്കാൻ പറയുമ്പോ ബീബി നഫീസത്തുൽ മിസ്രി ദുആരന്നതെന്താ? മത്തഅഹുല്ലാഹു ബിന്നളിരി ഇലാ വജ്ഹിഹിൽ കരീം. ഷാഫി ഇമാമിന്റെ പവിത്രമായ മുഖത്തേക്ക് അല്ലാഹു നോക്കട്ടെ. അല്ലാഹു ഷാഫി ഇമാമിന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കട്ടെ എന്ന് ദുആരന്നു. അല്ലാഹ് ഇമാമുനാ ഷാഫി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ആരാ? പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ശിഷ്യൻ വരികയാ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നഫീസത്തുൽ മിസ്രിയ ദുആരന്നത് ഇങ്ങനെയാ. അല്ലാഹു നിങ്ങളുടെ പടച്ച തമ്പുരാന്റെ കണ്ണ് നോട്ടം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാ. അതെന്തുകൊണ്ടാണ് എന്നറിയോ? മഹാനായ ഷാഫി ഇമാം പറഞ്ഞു, അറിയാ, എന്റെ മരണം അടുത്തിരിക്കുകയാ, ഇനി എനിക്ക് ജീവിതമില്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മൂവലുകാരാ, അള്ളാഹുവിന്റെ ഹബീബ് ദുആരക്കാൻ അറിയിച്ചിട്ടുണ്ട്. സഹാബാക്കൾ ദുആരക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മദ്ഹബിന്റെ അയിമ്മത്തുകൾ ദുആരക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? ആരെ കണ്ടാലും പറഞ്ഞോ ദുആരക്കണേ, ദുആരക്കണേ. ആര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞാലും അതിനെ ഏറ്റവും വലിയ മൂല്യത്തോടെ കാണണേ. നിങ്ങൾക്കറിയോ, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകളുടെ പ്രാർത്ഥന വല്ലാതെ സ്വീകരിക്കുന്നത് റസൂലുള്ള വിവരിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സയ്യിദ്മാരോട് ദുആരക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ദുആരക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് അനാഥ മക്കളോട് ദുആരക്കാൻ പറയുന്നത്? ചില ആളുകൾ ദുആ ചെയ്താൽ അത് വലിയ അർത്ഥവത്താണ്, വലിയ ഉത്തരം കിട്ടുന്ന കാര്യമാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, ഇന്നഹു യഖ്ദുമു അലൈക്കും ശഖ്സും മിനൽ യമനി, നിങ്ങളുടെ മുന്നിലേക്ക് യമനിൽ നിന്നൊരാൾ ഇപ്പോ വരാൻ സാധ്യതയുണ്ട്. അങ്ങ് യമനിൽ നിന്നൊരാൾ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ വരും. യുഖാലു ലഹു ഉവൈസുൽ ഖർനി, അദ്ദേഹത്തിന്റെ പേരും റസൂലുള്ള പറഞ്ഞു കൊടുത്തു. മറ്റാരുമല്ല, ഉവൈസുൽ ഖർനിയാ. കാന ബർറം ബി ഉമ്മി, അദ്ദേഹം ഉമ്മയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന മോനാ.
പൊന്നുമ്മാക്ക് സേവനം ചെയ്യുന്ന മോനാ, ഉമ്മയോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന മോനാ. ഫമൻ ലഖിയഹു മിൻകും, നിങ്ങളിൽ ആര് ഉവൈസുൽ ഖർനിയെ കാണുന്നുണ്ടോ, ഫലിയത്ലുബു മിൻഹു വയസ്തഗ്ഫിറ ല, ആര് കണ്ടാലും ആ ഉവൈസിനോട് പറയണം, ഉവൈസേ ഞങ്ങളുടെ പാപം പൊറുക്കാൻ പടച്ചവനോടൊന്ന് ദുആറക്കണേ എന്ന് പറയണേ. അത് എന്തുകൊണ്ടെന്നറിയോ? ഉവൈസുൽ ഖർനി യമൻകാരനായത് കൊണ്ടല്ല, റസൂലുള്ളാഹിന്റെ മദീനത്തിലേക്ക് വന്നതിന്റെ പേരിലല്ല. കാരണം ഈ ക്വാളിറ്റി എല്ലാം ഇവിടെ നിൽക്കുന്ന സഹാബത്തിനുമുണ്ട്. പക്ഷെ ഇവർക്കുള്ള ക്വാളിറ്റിയോടൊപ്പം തന്നെ അല്പം അധികമുള്ള ക്വാളിറ്റി എന്താണ് റസൂലുള്ള പറഞ്ഞത്? കാന ബർറം ബി ഉമ്മീ, ഉവൈസുൽ ഖർനി ഉമ്മയ്ക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന മോനാ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന ആളുകളെ കണ്ടാൽ അവരോട് പറയണം, ഞങ്ങൾക്ക് കൊണ്ട് ദുആരക്കണേ. ഇതിനപ്പുറം എന്താ തെളിവിന് വേണ്ടത്? ഉമ്മയും വാപ്പയും ബഹുമാനിക്കുന്ന മക്കളെ കാണുമ്പോ അവരോട് പറയണം, മോനെ ഒന്ന് ദുആരക്കണേ. അത് എത്ര ഖാളിയാണെങ്കിലും ഉസ്താദാണെങ്കിലും പറയണം, മോനെ ദുആരക്കണേ, എനിക്ക് വേണ്ടി ദുആരക്കണേ എന്ന് ആരോട് പറയണം? വാപ്പായ ഉമ്മായി അനുസരിക്കുന്ന, അവർക്ക് ഗുണം ചെയ്യുന്ന മക്കളെ കാണുമ്പോ ആ മക്കളോട് പറയണം, മോനെ എനിക്കൊന്ന് ദുആരക്കണം. കാരണം എന്താ? അവന്റെ ദുആ അള്ളാഹു തള്ളിക്കളയില്ല. അതുകൊണ്ടാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ വരുന്ന സഹാബാക്കളോടൊക്കെ ആ ഉവൈസിനെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരാണ്. യാത്രകളിൽ എത്ര ആളുകളെ കാണും, നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാണുമ്പോ ദുആരക്കണേ, ദുആരക്കണേ. പറ്റുമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരാളെ ദുആരക്കാൻ പറഞ്ഞ് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ദുആ അപ്പൊ തന്നെ ചെയ്യണം. എങ്ങനെ? സാറേ സുഖമില്ല, ദുആരക്കണം, അല്ലാഹു ശിഫയാക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അയാൾ ആമീൻ പറയും. എത്ര ബറക്കത്താണത്! ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമല്ലേ ഇത്. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പോകുന്നു, അവനെ കാണാൻ തിരിഞ്ഞു നിൽക്കില്ല. അവനെ കാണുമ്പോ ഇങ്ങോട്ട് തല തിരിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ്? ഇവൻ മറ്റത്, ഇവനാണ്, അവൻ അവനാണ്. അതുകൊണ്ട് തമ്മിൽ ഇത് അള്ളാന്റെ ഹബീബിന്റെ ചര്യയാണോ? ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാണോ? ഇത് ആരുടെ സംസ്കാരമാണ്? നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വസിയത്ത് ചെയ്യുമ്പോൾ ഒരു രീതിയുണ്ട്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം. മൗവലുകാരെ, ഞാൻ ഇതിന്റെ പേര് പറയാത്തത്, ഞങ്ങളുടെ നാട്ടില് പറയുന്ന പേര് ഇവിടെ പച്ചത്തെറിയ. ഈ സാധനം എനിക്ക് ആ പേര് കിട്ടേയില്ല. ഏത്? ഈ പ്രാണി അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പ്രാണി എന്നാ. പക്ഷെ ഇവിടെ ഒരു പേരുണ്ട്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചീത്തയാ. അതുകൊണ്ട് ഒന്നും പറഞ്ഞുകൂടാ, അല്ലാഹ് അടി ഒരുപാട് കിട്ടും. ഇത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, ഒന്നും മിണ്ടാൻ പറ്റാത്ത ലോകമാണിപ്പോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അസ്വസ്ഥരാണെന്ന് എനിക്കറിയാം. എല്ലാവരും അസ്വസ്ഥരാണ്. നിങ്ങളെക്കാളും അസ്വസ്ഥരാണ് ഞാൻ വായങ്ങാനം തുറക്കുമ്പോൾ ഇതെല്ലാം കൂടെ കയറി വാക്കാത്ത കയറി പോയാൽ തീർന്നത് കൂടി. നിങ്ങൾക്ക് പിന്നെ ആ ഒരു വിഷമം ഇല്ലല്ലോ, വായും പൂട്ടിയിരിക്കുക. കാരണം സ്വലാത്തും ഇല്ല, ആമീനും ഇല്ല, റളിയല്ലാഹു അൻഹു ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ദുആരക്കണം. എന്തിനാ ദുആരക്കേണ്ടത്? എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി ദുആരക്കണം. തങ്ങൾ ഇപ്പൊ വന്നു. ഇവിടെ ആരൊക്കെ വന്നത്? കടലുണ്ടി തങ്ങൾ. എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്, അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ചെമ്പുലങ്ങാട് ഉസ്താദ്, കടലുണ്ടി തങ്ങള്, കരീം സക്കാഫി, സിംസാറുൽ ഹക്ക് ഹുദവി, ഫാറൂഖ് നഈമി, പേരോട് ഉസ്താദ്, സിദ്ദീഖ് സക്കാഫി. അപ്പൊ ഇങ്ങനെ തുടങ്ങി. ഇതൊക്കെ സന്തോഷം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് അങ്ങനെ വിവേചനമൊന്നും ഇല്ലാതെ എല്ലാവരും ഉണ്ടല്ലോ. കടലുണ്ടി തങ്ങള് വന്നു. തങ്ങള് വലിയ കാര്യപ്പെട്ട ഒരാളാണല്ലോ. ചെമ്പുലങ്ങാട് ഉസ്താദ് വന്നു. പിരിവിന് സമയമായിട്ടില്ല മോനെ കേട്ടാ, വന്നില്ല. ഇന്ന് വരേണ്ടതാണ്. സുഹൈൽ അടക്കുന്ന അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ ജിഫിരി മുത്തുക്കോയ തങ്ങൾ വന്നു. സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ. ആരാണ് അദ്ദേഹം? വന്നു. ആ സമയത്ത്
നമ്മൾ തങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ള ആളാണ്, സമസ്തയുടെ പ്രസിഡന്റാണ്. ഈ സദസ്സിലോട്ട് വരുമ്പോ ഇത്രയും ആളുകൾ ഇരുന്നിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ ഓരോരുത്തരുടെ വിഷമവും പറയാം. ഉസ്താദേ, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ദ്വാരക്കണം. മോന് ഗൾഫിൽ ദ്വാരക്കണം. അതേപോലെ എന്റെ വാപ്പ മരിച്ചു, ദ്വാരക്കണം. ഉമ്മാക്ക് തീരെ സുഖമില്ല, ദ്വാരക്കണം. പിന്നെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, ദ്വാരക്കണം. ഇത്രയും മൂപ്പരുടെ മനസ്സിൽ കയറൂല. നമുക്കിതിനുള്ള സമയവും ഇല്ല. ഇത് ഒരാളുടെ കഥ. ഇത്രയും ആളുകൾ അങ്ങനെ വിവരിക്കാൻ നിന്നാൽ എന്താ അവസ്ഥ? അപ്പൊ ഞാനൊരു ഹിക്മത്ത് പറഞ്ഞുതരാം. അതും നമുക്ക് സഹാബത്തിന്റെ മാതൃകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു നബി ഞങ്ങളുടെ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ദ്വാരക്കണം. എന്താ ദ്വാരക്കേണ്ടതെന്നറിയോ? ഇത് തന്നെ നമ്മൾ ആരെ കണ്ടാലും പറയേണ്ടത്. എന്താ പറയേണ്ടത്? തങ്ങളെ, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കി. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം, പറയാനുള്ളതെല്ലാം ഞാൻ അല്ലാഹുവേ പറഞ്ഞോളാം. അതൊന്ന് സ്വീകരിക്കാൻ നിങ്ങളൊന്ന് പറയും. എത്ര വിശാലമായ അർത്ഥമാണ്. കടലുണ്ടി തങ്ങൾ വന്നു, അദ്ദേഹം കാര്യപ്പെട്ട ഒരാളാണ്. ഈ വിവരം മൊത്തം മൂപ്പർ കേട്ടോണ്ട് നിൽക്കാൻ സമയമുണ്ടോ? മൂപ്പർക്ക് 1000 പണിയില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് മഹാന്മാരെ കണ്ടാലും അവരെ വിളിച്ചിരുത്തിയിട്ട് വീട്ടിലെ എല്ലാ കുറവുകളും കൂടുതലും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. പകരം എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആരക്കണേ തങ്ങളെ, എന്റെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആരക്ക്. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുക. അപ്പോൾ തങ്ങളൊരു ദുആ, അല്ലെങ്കിൽ ഉസ്താദ് ഒരു ദുആ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സദസ്സിൽ വലിമൻ ഔസാന ബിദ്ദുആ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടി. ഇത് സഅദ് റളിയല്ലാഹു അൻഹു നമുക്ക് കിട്ടുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ദുആരക്കണം, ഉദുഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങ് ദുആരക്കണം. എന്റെ ദുആ സ്വീകരിക്കപ്പെടുന്ന മുസ്തജാബു ദഅവ ആകാൻ വേണ്ടി ദുആരക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? അതൊക്കെ ഞാൻ ദുആരക്കാം, പക്ഷേ തിന്നുന്നത് ഹലാലായിരിക്കണം കേട്ടോ. തക്കുൻ മുസ്തജാബു ദഅവ, അത്തിബു മത്അമക തക്കുൻ മുസ്തജാബു ദഅവ. തിന്നുന്നത് നന്നായാൽ, പറ്റിച്ച് തിന്നിട്ട് എന്ത് കിട്ടാനാ? എന്താ ദുആ സ്വീകരിക്കാത്തത്? ഇന്നത്തെ പള്ളികളൊക്കെ വെച്ച ഏത് പൈസക്കാ? ഞാനിത് എനിക്കറിയാം. 10-12 കൊല്ലം കഴിഞ്ഞ മൗവലിൽ പിന്നെ ഞാൻ വന്നത്. എന്നെ ഒരിക്കൽ വിളിച്ച പിന്നെ ഒരു മഹ്ലൂക്കും പിന്നെ ആ വേദിയിൽ വിളിക്കൂല പ്രസംഗത്തിന്. ഞാൻ പറയാണ്, ഈ കേരളത്തിലെ എല്ലാ പള്ളികളുടെ കഥയുമല്ല. 80% പള്ളികളും ആ പള്ളികൾ വെക്കുന്നതിന് എവിടെന്നാണ് പൈസ? എത്രയോ പലിശക്കാരന്റെ പൈസയുണ്ട്. എങ്ങനെ അല്ലാഹു ആ പള്ളിയിലെ ദുആ സ്വീകരിക്കും? ഇമാമിന് ഭക്ഷണം കൊടുക്കുമ്പോ പലിശക്കാരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം വരുന്നു. ഇമാമ പലിശ വാങ്ങൂല, ഇമാമ പലിശയ്ക്ക് കൊടുക്കൂല, ഇമാം പലിശയ്ക്ക് കൂട്ടുനിൽക്കൂല, പലിശയ്ക്ക് സാക്ഷി നിൽക്കൂല, പലിശ എഴുതൂല, പലിശയ്ക്ക് വേണ്ടിയിട്ട് ആരോടും ഒന്നും വക്കാലത്ത് ചെയ്യൂല. പക്ഷേ അവസാന കാലഘട്ടത്തിന്റെ പ്രത്യേകത പറഞ്ഞത്, പലിശ തന്നില്ലെങ്കിൽ പലിശയുടെ പുകയെങ്കിലും അടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പുകയാ സഹോദരങ്ങളെ അടുക്ക് പാത്രത്തിൽ റൂമിലേക്ക് വന്നത്. പുക ഏത്? ഭക്ഷണം പലിശക്കാരന്റെ. ആ ഉസ്താദ് പള്ളിക്കകത്തിരുന്ന് ദ്വാരന്ന എങ്ങനെ അല്ലാഹു സ്വീകരിക്കും? അത്തിബു മത്അമക തക്കുൻ മുസ്തജാബു ദഅവ. കഅബാലയം നിങ്ങൾ കണ്ടിട്ടില്ലേ? കഅബാലയം ഈ കാണുന്ന രീതിയിൽ ചതുരത്തിലാണല്ലോ, ചതുരാകൃതിയിലാണല്ലോ കഅബ, അല്ലേ? നമ്മളെ ഹിജ്ർ ഇസ്മായിൽ എന്നും പറഞ്ഞ് വളച്ചു കെട്ടിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കഅബയുടെ ഉള്ളിൽപ്പെട്ടതാണ്. 10 തവണ കഅബാലയത്തിന്റെ നിർമ്മാണം, പുനർനിർമ്മാണം അടക്കം നടന്നിട്ടുണ്ട്. അല്ല, ആദ്യത്തെ നിർമ്മാണം അടക്കം 10 പ്രാവശ്യം നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലാണ് അവസാനം അത് സ്റ്റോപ്പ് ചെയ്ത്. ഇനി കഅബയെ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ കഅബയെ തൊട്ടിട്ടില്ല ആരും. അതിനെ വൃത്തിയാക്കും, അതിനെ പരിപാലിക്കുന്നതിനപ്പുറത്ത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറം പൊളിച്ചും ഇടിച്ചും വെട്ടിക്കും, പിന്നെ ചുരുക്കിയും വലുതാക്കിയും ഒക്കെ വികസനം നടത്തുന്നുണ്ട്. കഅബയെ തൊടൂല. ഇമാം മാലിക് തങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് തൊട്ടുപോകരുത്. മാറി മാറി വരുന്ന രാജാക്കന്മാർക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല കഅബ. ആ കഅബാലയത്തിന്റെ ഹിജ്ർ ഇസ്മായിൽ കഅബാലയത്തിൽപ്പെട്ടതാണ്. അന്ന് ഹലാലായ പൈസ ഇല്ലാത്തത് കൊണ്ട് ഉള്ള പൈസക്ക് കഅബ കെട്ടി പൂർത്തിയാക്കിയിട്ട് പൈസ തികയാത്ത ഭാഗം അങ്ങനെ ഇട്ടു. അതാണ് ഹിജ്ർ ഇസ്മായിൽ. ആരുടെ കാലത്താ? അല്ലാഹ് മാത്രമല്ല, ലോകത്ത് വേറെയും കുറെ തമ്പുരാക്കന്മാരുണ്ടെന്ന് പറഞ്ഞിരുന്ന മുശ്രിക്കീങ്ങളുടെ കാലഘട്ടത്തിൽ. മുശ്രിക്കീങ്ങളുടെ കാലഘട്ടത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35 or 25, എനിക്ക് ഓർമ്മ ശരിയല്ല, ഏതായിരുന്നാലും ആ നുബുവത്തിന് മുമ്പ് ആ കാലഘട്ടത്തിൽ പള്ളി കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയപ്പോൾ പൈസ ഹലാലായത് മാത്രമേ പാടുള്ളൂ എന്ന് അവിടുത്തെ ബഹുദൈവ വിശ്വാസികൾക്ക് തീരുമാനമുണ്ടായി.
ആ തീരുമാനമനുസരിച്ച് കഅബാലയത്തിന്റെ നിർമ്മാണം ഹലാലായ പൈസ മാത്രം കൊണ്ട് നിർമ്മിച്ച് കെട്ടി. ബാക്കി തികയാത്ത സാധനം അങ്ങനെ തന്നെ ഇട്ടു. അതാ ഹിജ്ർ ഇസ്മായില്. ഹിജ്ർ നടന്ന് തവാഫ് ചെയ്യുമ്പോ ഹിജ്ർ ഇസ്മായിലിന്റെ ആ ഭാഗത്ത് കൈയായി പോയ തവാഫ് ശരിയാവൂല. ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിച്ച കഅബാലയത്തിന്റെ ഉള്ളിൽ നിസ്കരിച്ചതിന്റെ കൂലിയുണ്ട്. കാരണം അതിനകത്ത് വലിയ പവിത്രതയുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തില് അവര് പോലും അങ്ങനെ ചെയ്തുവെങ്കിൽ അവിടെ പോയി നമ്മൾ എല്ലാവരും ദ്വാരക്ക. എന്താ കാരണം? സ്വീകരിക്കപ്പെടും. ഹലാലായ പൈസ എവിടെ ഉള്ളൂ? നമ്മുടെ പള്ളികളുടെ അവസ്ഥയോ? നമ്മുടെ പള്ളികളുടെ അവസ്ഥയോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് പള്ളികൾ അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ദ്വാര എന്നിട്ടും അള്ളാഹു ഉത്തരം തരുന്നില്ല. എന്നാ പിന്നെ ഇതൊക്കെ ഉസ്താദ് എങ്ങനെ വിളിച്ചു പറയും? ഞാനല്ലല്ലോ ലൈവ് വെച്ച, നിങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞത്. ഈ കാരണങ്ങൾ കൊണ്ടാ നിരീശ്വരവാദികൾ പെരുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദെ. ലൈവ് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ സ്പഷ്ടമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നിരീശ്വരവാദികൾക്ക് അഹ്ലുൽ ഈമാന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങള് ഇത് ബഹുസ്വര സമൂഹം കേൾക്കുന്നു. സക്കരിയ നബി അലൈഹി സ്വലാമിന് മോനെ കിട്ടി. സക്കരിയ നബി അലൈഹി സ്വലാം വൃദ്ധനായിരുന്നു. എല്ല് നുരുമ്പിച്ചു. മക്കൾ ഉണ്ടാവൂല എന്ന് വിധി എഴുതപ്പെട്ടു. ഭാര്യ ആക്രത്തായി, മലടിയായി, പ്രസവിക്കാത്ത മച്ചിപ്പെണ്ണ. എന്നിട്ട് അള്ളാഹുവിനോട് ദുആരെന്നു വലം മക്കും ബി ദുആയിക റബ്ബി ഷഖിയ. പടച്ചോനെ, നിന്നോട് ദുആരെന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകൂല. എനിക്കറിയാം. ഫഹബിലി, എനിക്ക് നീ ഒരു മോനത്താ. അള്ളാഹു യഹിയ നബിയെ കൊടുത്തു അലൈഹിസ്സലാം. എന്താ സക്കരിയ നബി ദുആരെന്നത്? റബ്ബി ലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. മഹാന്മാര് പറഞ്ഞു, സന്താനം ഇല്ലാത്ത ആളുകൾ ഈ ദുആ ചെയ്താൽ മതി, മക്കൾ അല്ലാഹു കൊടുക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ നാളെ ഈ എക്സ് എന്നും പറഞ്ഞ് തലതിരിഞ്ഞു പോയ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, യവനൊക്കെ ചാനലിൽ വന്നിട്ട് പറയും, എന്നാ പിന്നെ ഭാര്യ എടുത്ത് കിടക്കാൻ വേണ്ട, കല്യാണവും കഴിക്കണ്ടല്ലോ, ഈ ദുആ ചൊല്ലി അങ്ങ് നടന്നാ പോരെ, മക്കളെ കിട്ടൂലേ എന്ന് ചോദിക്കൂ. അത് ചോദിപ്പിക്കുന്നത് ആരാ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.